ഹായ്. വർഷങ്ങൾക്ക് മുമ്പുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയും ഇന്നത്തെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയും തമ്മിലുള്ള ഒരു താരതമ്യമാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇന്നത്തെ എഞ്ചിനീയറിംഗ് ഡിഗ്രി കൊള്ളില്ല എന്നല്ല കേട്ടോ പറഞ്ഞു വരുന്നത്, പക്ഷെ അതിനൊരു താരതമ്യ പഠനം ആവശ്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് എൻ്റെ വീക്ഷണത്തിലൂടെ ഞാൻ പറയുന്നു എന്ന് മാത്രം. വളരെ വർഷം മുമ്പ് ഈ വിവാഹ കമ്പോളത്തിലില്ലേ, 1996 ഞാൻ വിവാഹം കഴിച്ചത്. 95 ഓൺവേർഡ്സ് അച്ഛൻ പരസ്യങ്ങൾക്കെല്ലാം മറുപടി അയക്കാൻ തുടങ്ങിയിരുന്നു. മാതൃഭൂമിയിൽ കല്യാണത്തിൻ്റെ ക്ലാസിഫൈഡ്സിൽ വരുമായിരുന്നു കല്യാണം സീക്ക് ചെയ്തിട്ടുള്ള പരസ്യങ്ങൾ. അപ്പോൾ അന്ന് വളരെ ചുരുക്കം ആളുകളാണ് ഇങ്ങനെ ഈ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ മിക്കതും അച്ഛൻ അയക്കാറുണ്ട്. കുറേയൊക്കെ മറുപടി വരും. മറുപടി വരുന്നതിൽ ചിലതിലൊക്കെ ഫോട്ടോ എടുത്ത് അയക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് നിറം കുറവാണെന്ന് ഒബ്വിയസ്ലി എഴുതിയിട്ട് തിരിച്ചയച്ച ആളുകളുണ്ട്. ഇന്നൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയി സംസാരിച്ചിട്ട് വന്നേനെ. അന്നൊന്നും അതിനുള്ള കരുത്തും കഴിവൊന്നുമില്ല. അപ്പോൾ ഒന്ന് വല്ലാണ്ട് വിഷമിക്കും മനസ്സ് കേട്ടോ. അയ്യോ, പക്ഷെ ഞാൻ ഇപ്പോഴാണ് എനിക്ക് അതിനുള്ള ബോധമൊക്കെ ഉണ്ടായിരുന്നത്. എന്നിട്ടിട്ട് ഒരക്കലാണ് ഫേസും ഇതൊക്കെ തേച്ച് കുളിക്കലും കണ്ട ക്രീം വാരി തേക്കലും വെളുക്കാനായിട്ട്. ഇന്നായിരുന്നെങ്കിൽ ഉറപ്പാണ് ഞാൻ ആ മാനസികാവസ്ഥ കുട്ടികളുടെ മനസ്സിലാക്കുന്നു. ഗ്ലൂക്കാത്തിയോണൊക്കെ എടുത്ത് വാരി തേച്ച് എന്താ പറയുക, ലൈക്ക് ഇഞ്ചക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ഞാൻ എന്തായാലും പോയി ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ബിക്കോസ് നൗ അതൊക്കെ കഴിഞ്ഞു, മനസ്സിലായി, ഒരുപാട് അനുഭവങ്ങളിൽ കൂടി കടന്നു വന്നപ്പോൾ എല്ലാം എന്താ പറയുക, ഓരോ പൂവിനും അതിൻ്റേതായ ഭംഗിയുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ ലോകം എനിക്ക് തന്നു. പക്ഷേ ഇന്നും കുറേ കുട്ടികളൊക്കെ അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ടെന്ന് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. അപ്പോൾ എൻജിനീയറിംഗ് ഡിഗ്രിയാണ് ഇന്നത്തെ എൻ്റെ വിഷയം. അപ്പോൾ എല്ലാവരും എൻജിനീയറിംഗ് ഡിഗ്രിയാണ് ഇപ്പോൾ എടുക്കുന്നത്. അന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു, അന്നത്തെ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഈ എൻജിനീയറിംഗ് പഠിച്ച ആളുകൾ വളരെ കുറവായിരുന്നു. വളരെ കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻട്രൻസ് എഴുതിയിട്ട് മാത്രമാണ് ഈ എൻജിനീയറിങ്ങിന് കിട്ടിക്കൊണ്ടിരുന്നത് ആ സമയത്ത്, അല്ലേ. വളരെ കുറച്ച് എൻജിനീയറിംഗ് കോളേജസേ ഉള്ളൂ, വളരെ കുറച്ച് മെഡിക്കൽ കോളേജസേ ഉള്ളൂ. അപ്പോൾ മിടുക്കന്മാർക്ക് മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്, എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛന് കിട്ടിയ ഈ 2-3 ആലോചനകളിൽ നിന്നാണ് ഞങ്ങൾക്ക് അരവിന്ദനെ കിട്ടിയതും. ആ കഥകളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നത്തെ എൻജിനീയറിംഗ് ഡിഗ്രി എന്ന് പറയുന്നതും ഇന്നത്തെ എൻജിനീയറിംഗ് ഡിഗ്രിക്കും എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ, ഇന്ന് ഭയങ്കര സപ്ലൈ കൂടി. 2000-ലൊക്കെ വന്നിട്ട് എൻജിനീയറിംഗ് ഡിഗ്രിക്ക് ആ സമയത്ത് ഈ പറഞ്ഞ പർട്ടിക്കുലർ എഫ്ലെക്സ് ഓഫ് IT ഇൻഡസ്ട്രി വന്നതുകൊണ്ട് ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ടായിരുന്നു. അത് ഏത് മേഖലയിൽ എൻജിനീയറിംഗ് പഠിച്ചാലും 40 സബ്ജക്ട്സ് എന്തോ പഠിക്കുന്നുണ്ടല്ലോ ഇവർ. ആ 40 സബ്ജക്ട്സ് പഠിച്ച് വന്നിട്ട് ഒരു എൻജിനീയറിംഗ് ഡിഗ്രി, BTech മെക്കാനിക്കൽ, BTech സിവിൽ, BTech ഇലക്ട്രോണിക്സ്, അങ്ങനെ പല എൻജിനീയറിംഗ് ഡിഗ്രീസും എടുത്തിട്ട് വന്നാലും ഈ പറഞ്ഞ IT ഇൻഡസ്ട്രിയിലേക്ക് ആൾക്കാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നു, അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലാണ് എൻ്റെ ഒരു കസിൻ്റെ മകള് CTS എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ജോലിക്ക് ചേരുകയുണ്ടായി. കോഗ്നിസന്റ് ടെക്നോളജി സൊല്യൂഷൻസ് എന്തോ ആണ് അതിൻ്റെ പേര്. ഇപ്പോഴും ഉണ്ട്, അത് വലിയ കമ്പനിയാണ്. സോ അതിനകത്ത് ചേരാൻ വേണ്ടിയിട്ട് മദ്രാസിൽ വന്നപ്പോൾ 2000 ആ സമയങ്ങളിലാണെന്ന് എനിക്ക് തോന്നുന്നു, 2002 അങ്ങനെയൊക്കെ. അവരുടെ CTC ഏകദേശം ഈ 2.5 ലക്ഷം രൂപയാണ് പെർ ഇയർ കേട്ടോ. അപ്പോൾ ഒരു 25,000 രൂപയോളം ഒരു ചെറുപ്പക്കാർ 20-22 വയസ്സുള്ള കുട്ടികൾക്ക് കിട്ടുമ്പോൾ ദാറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. എന്തിനാ അത് പറയണമെന്ന് വെച്ചാൽ, ആ സമയത്ത് BTech മെക്കാനിക്കൽ കഴിഞ്ഞ അരവിന്ദ് എഞ്ചിനീയറിംഗ് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്, ലൈക്ക് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട്. ദാറ്റ് ടൈം അദ്ദേഹത്തിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഏകദേശം 12,000 രൂപയുടെ അടുത്തായിരുന്നു. അതിന് ഡബിളാണ് ഈ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കൂടാതെ ഓൺ സൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയിൽ പോവാം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോവാം, അല്ലെങ്കിൽ സിംഗപ്പൂർ പോകാം, അതിൻ്റെ അങ്ങനെ കുറേ ഐറ്റംസ് അത് വരെ. അപ്പോൾ ഇത് എല്ലാവരും അന്തിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പം ഞാൻ അരവിന്ദിൻ്റെ അടുത്ത് അന്ന് പറഞ്ഞു, അരവിന്ദ് അന്ന് ബാബൻ ചേട്ടനൊക്കെ ഉള്ള സമയത്താട്ടോ, കുറച്ച് ഈ കുട്ടിയൊക്കെ വരുന്നതിന് കുറച്ച് നാൾ മുമ്പ് അവിടെ Y2K പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് പെൻറ്റ സോഫ്റ്റോ അങ്ങനെ എന്തോ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ പോയി ഒരു വർഷത്തെ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏത് എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാർക്കാണെങ്കിലും ദേ വിൽ ഗെറ്റ് പ്ലേസ്ഡ്. അപ്പോൾ അങ്ങനെ ആ പയ്യനും അവിടെ വന്ന് പഠിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, ബാബൻ ചേട്ടൻ്റെ നെവ്യൂ. അപ്പം ഞാൻ അരവിന്ദിന് പറഞ്ഞു, വി ഹാവ് മണി, ഒരു 1.5 ലക്ഷം രൂപ എന്തോ ആവുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ചുണ്ടല്ലോ, ആ കിട്ടിയ പൈസ എല്ലാം അച്ഛൻ തന്നതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കൊടുത്തിട്ട് വൈ ഡോണ്ട് യു ജസ്റ്റ് ടേക്ക് ട്രെയിനിങ് അണ്ടർ ദസ് ആൻഡ് ദെൻ ടേക്ക് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല എനിക്കിത് പറ്റില്ല, എനിക്ക് കമ്പ്യൂട്ടറുമായിട്ട് അത്ര ഐ ഡോണ്ട് ലൈക്ക്, ഐ വോണ്ട് ടു ബി എൻ എഞ്ചിനീയർ, പക്ക ഈ എഞ്ചിനീയർ ആണ്, എനിക്ക് ടെക്നോളജിയും ടെക്നിക്കൽ അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, ദാറ്റ്സ് അവരവരുടെ ഇഷ്ടമല്ലേ. പക്ഷെ അത് നന്നായി. ഇന്നിവിടെ അതിൻ്റെ ഇടയ്ക്ക് ആ Y2K പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞ്
കഴിഞ്ഞപ്പോൾ കുറേ പേരുടെ ജോലിയൊക്കെ പോകേണ്ടായി. അത് ആ സമയത്ത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അയ്യോ അത് എടുക്കാതിരുന്ന് നന്നായില്ല, അത് എടുത്തെങ്കിൽ ആ പൈസയും പോയേനെ പിന്നെ ജോലിയും പോയി എന്ത് ചെയ്യും. നമുക്കൊരിക്കലും ഒരു ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ പോയിട്ട് നമ്മൾ ഓരോ കുട്ടികളെയും അതിനകത്തേക്ക് തള്ളിവിടരുത്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എൻജിനീയറിംഗ് പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൃഷ്ണൻ ഉണ്ടായിരുന്നില്ലേ, കൃഷ്ണൻ ഇങ്ങനെ മകന് വേണ്ടിയിട്ട് ഇതുപോലെ എവിടെ നിന്നൊക്കെയോ കടമൊക്കെ വാങ്ങിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ബൂം വന്നപ്പോൾ ഭയങ്കര ഡിമാൻഡായിരുന്നു എൻജിനീയേഴ്സിന് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചെറിയ ചെറിയ കോളേജസ് എല്ലാം വലുതായി വന്ന് നിറയെ എൻജിനീയറിംഗ് കോളേജസ്. പിന്നെ എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്ലൈ കൂടി ഡിമാൻഡ് കുറയുകയും ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ കിട്ടുന്ന ഈ ചേൺ ഔട്ട് ചെയ്ത് വരുന്ന ഈ എൻജിനീയേഴ്സിന് അവർ വിചാരിക്കുന്ന പോലത്തെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല. ബിക്കോസ് ഇവർ കഷ്ടപ്പെട്ട് 10ഉം 20ഉം സപ്ലൈ ഒക്കെ ചെയ്താണ് വരുന്ന കുട്ടികൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജോലി സാധ്യത കിട്ടും, പക്ഷെ പെട്ടെന്ന് അതിൽ ഉയരാൻ പറ്റത്തില്ല. അതിലൊരു ക്ലറിക്കൽ പോസ്റ്റ് പോലെ അല്ലെങ്കിൽ കോഡിംഗ് എന്ന് പറയുന്ന സാധനം എഴുതി 10ാം ക്ലാസ് പഠിച്ചവർക്ക് പോലും ഇത് എഴുതാൻ സാധിക്കുമെന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. എനിക്കിതൊന്നും അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. പിന്നീട് അതിനെപ്പറ്റി പഠിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി വാട്ട് ഇറ്റ് ഈസ്. സോ ഈ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് എന്ന് പറയുമ്പം അതിന് ഒരു എന്താ പറയുക, ഒരു ഇടിവ് സംഭവിക്കാൻ കാരണം ഇതാണ്. ഈ പറഞ്ഞ എല്ലാ ശാഖകളിൽ നിന്നും പോയിട്ട് ഈ IT മേഖലയിലേക്ക് പോകുന്നുണ്ടായിരുന്നിരിക്കും. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് അതിൻ്റെ പ്രസക്തി. അപ്പോൾ അന്ന് പോയവരെല്ലാവരും അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ സെറ്റിലായി ഇല്ലെന്ന് പറയുന്നില്ല. സോ അതുകൊണ്ട് ആ ഒരു ചാം കൂടി എൻജിനീയേഴ്സിന്. അത് കഴിഞ്ഞതിന് ശേഷം ഈ എൻജിനീയറിംഗ് പഠിച്ച ഈ കുട്ടികൾക്ക് കറക്റ്റായിട്ടുള്ള കാതലായിട്ടുള്ള ഒരു എൻജിനീയറിംഗ് ജോലിക്ക് പോകുന്നവർ വളരെ വിരളമായി തുടങ്ങിയിരുന്നു ഈ IT എഫ്ലക്സ് കാരണം. ഇപ്പോൾ ഈ കുട്ടികൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഒരു 40 വയസ്സ് വരെ ഒരു നല്ല ഗ്രോത്ത് ഉണ്ടാവും, നല്ല ശമ്പളം ഉണ്ടാവും, അടിച്ച് പൊളിക്കുക തന്നെ. കണ്ട EMI എല്ലാം എടുത്ത് എന്തൊക്കെ ലക്ഷറി ഉണ്ടോ ആ ലക്ഷറി എല്ലാം വാങ്ങിച്ചു വെക്കുകയും ചെയ്യും. സോ ഇപ്പോൾ ഉള്ള എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനോടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു 10-40 സബ്ജക്റ്റ് പഠിച്ച് കഷ്ടപ്പെട്ടാണല്ലോ അവരും പഠിച്ച് 10 പ്രാവശ്യം എഴുതിയാലും 20 പ്രാവശ്യം എഴുതിയാലും അവർ പാസ്സായിട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോ, എൻ്റെ അനുഭവമാണ്, ഞാൻ കണ്ടതാണ് ഈ പറയുന്നത്. കിട്ടുന്ന ജോലി അങ്ങോട്ട് ഗ്രാബ് ചെയ്തോളൂ. കാരണം എന്താണെന്ന് അറിയോ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും, എനിക്കൊരു ഫിലിമാണ് ഉണ്ടാക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ എനിക്കൊരു പാട്ട് പാടാൻ നല്ല കഴിവുള്ളവരായിരിക്കും, ഞാനൊരു സംഗീതജ്ഞനാണ് ആവേണ്ടിയിരുന്നത് എന്ന് വിചാരിച്ചാലും നിങ്ങൾക്കാകാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിലൊരു കരുത്തൊരു ഡിഗ്രിയാണ് ഉള്ളത്. കാരണം അതിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾ പഠിച്ചിട്ട് വന്നിരിക്കുകയാണ് അല്ലേ. നിങ്ങൾക്ക് അതിൻ്റെ ന്യൂവാൻസസ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ എൻജിനീയറിംഗ് ഡിഗ്രി കയ്യിലുള്ളത് കൊണ്ടല്ലേ. എന്തിനാണെന്ന് വെച്ചാൽ ഇത് പ്ലസ് ആണോ പോസിറ്റീവ് ആണോ മൈനസ് ആണോ ചേച്ചി പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പോസിറ്റീവ്. കാരണം ഇത്രയധികം സബ്ജക്ട്സ് പഠിച്ചിട്ട് വരുന്ന ഒരു ഗ്രാജുവേറ്റിന് യു ക്യാൻ ഫിറ്റ് ഇൻ എനിവെയർ. ഇത് ആദ്യത്തെ ഒരു ബേസ് ഡിഗ്രി ആയിട്ട് എടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ LLB കഴിഞ്ഞിട്ട് LLM പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാം BA പഠിച്ചതാണ് എനിക്ക് LLBക്ക് ഒരു നിരപ്പ് തന്നത്, തറയിൽ നിൽക്കാനുള്ള ഒരു ഗ്രൗണ്ട് തന്നതെന്ന് പറയും. ബിക്കോസ് ഇംഗ്ലീഷ് ഇസ് എ മസ്റ്റ് ഫോർ എ ലോയർ. അത് എവിടെയാണെങ്കിലും ഞാൻ പറയും. ഇഫ് യു സെയിങ് അല്ലല്ലോ ഞങ്ങളിവിടെ മലയാളത്തിൽ എഴുതുന്ന, അതുകൊണ്ട് കാര്യമില്ല. യു വിൽ ഗെറ്റ് ഇറ്റ് ഒരു ഇൻ ടു എൻ അക്കംപ്ലിഷ്ഡ് പ്രൊഫഷൻ ഓൺലി ഇഫ് യു വിൽ ബി ഏബിൾ ടു ഹാൻഡിൽ ഇംഗ്ലീഷ് പ്രോപ്പർലി എന്ന് പറയുമ്പോൾ ആക്സെൻറ്റഡ് ഇംഗ്ലീഷ് പറയണമെന്നല്ല ഞാൻ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക, അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് വയ്ക്കുക. സോ ഇംഗ്ലീഷ് എങ്ങനെ ഡെവലപ്പ് ചെയ്യും ചേച്ചി, ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ച് തരുമോ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു കേട്ടോ. ആരായിരുന്നു പറഞ്ഞത്, രാജി എന്നാണ് പേരെന്ന് തോന്നുന്നു, അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിയുടെ ലക്ഷണമൊന്നുമല്ല കേട്ടോ, അതൊരു ലാംഗ്വേജാണ്. അത് പറയാൻ പഠിക്കുക എന്ന് പറയുന്നത് പ്രാക്ടീസ് മാത്രം മതി. യു ജസ്റ്റ് കീപ്പ് ഓൺ ടോക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. നിങ്ങളിപ്പോൾ ഈയിടയ്ക്ക് ഈ TV-യിൽ NDTV-യിലൊക്കെ ഇപ്പം മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റ് വന്നിരുന്ന് പറയുന്നത് കേട്ടോ, അടിച്ച് വിടുകയാണ്. ദ വേ ഷീ ഈസ് ടോക്കിംഗ്, മൈ ഗോഡ്, ഷീ ഈസ് ടോക്കിംഗ് പെറുക്കി വെച്ചിട്ട് ആ ഇംഗ്ലീഷ് ആ ലൈൻസ് തമ്മിൽ ഒരു കണക്ഷനും ഇല്ലാതെ പറയാണ്. ബട്ട് ഷീ ഹസ് ഗോട്ട് ദ കോൺഫിഡൻസ് ഇൻ ഹെർ. അത് അഴുക്ക് കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഇസ് നോട്ട് സംതിങ് വിച്ച് ഇസ് ഷോയിങ് ഓഫ് യുവർ ബ്രില്യൻസ്. നോ, ഇറ്റ് ഈസ് ജസ്റ്റ് എ ലാംഗ്വേജ് ടു കൺവേഴ്സ്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ടോ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, അതാണ് ഇംഗ്ലീഷ് അല്ലേ. ഇപ്പോൾ മലയാളം പറയുന്ന പോലെ ഫ്ലുവൻസി ഇല്ലെങ്കിലും ഇഫ് യു ട്രൈ യു ഓൾസോ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഓൺലി തിങ് ഇസ് ദാറ്റ് യു നീഡ് ടു സ്പീക്ക്. വായിൽ കെട്ടി വെച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് കം ഔട്ട്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ്
യു ഷുഡ് റിയലി ടേക്ക് സം ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ഒരു മാഗസിൻ. ഇറ്റ്സ് ബെറ്റർ ടു ബൈ സം ഫിലിം മാഗസിൻസ് ബിക്കോസ് യു നോ everyone loves reading film gossips. So when you buy this film magazines, you will be interested to know what it is in that. So what is the story behind this? Okay, let me read. So you're reading it. Oh, this is what it is happening. അപ്പോൾ അതിലൊരു ഇൻക്വിസിറ്റീവ്നെസ് ഉള്ളതുകൊണ്ട് ആ സ്റ്റോറിയിൽ നിങ്ങൾക്ക് ഇൻക്വിസിറ്റീവ്നെസ് ഉള്ളതുകൊണ്ട് യു വിൽ റീഡ് ഇറ്റ് അലൗഡ് ആൻഡ് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. 10th വരെ പഠിച്ചാൽ ആർക്കും ഇംഗ്ലീഷ് വായിക്കാൻ പറ്റും. യു ക്യാൻ റീഡ് ഇംഗ്ലീഷ്, റൈറ്റ്? ദർ മൈറ്റ് ബി ദ കൈൻഡ് ഓഫ് പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്സ്, ബട്ട് യു ഹാവ് ഗൂഗിൾ. ആ ഗൂഗിൾ എടുത്തിട്ട് ആ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഞാൻ പറയേണ്ടതെന്ന് അടിച്ചു നോക്കുക. ഓ, ഇത് ഇങ്ങനെയാണോ? ഓ, ഓക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ക്ലെയർവയൻസ്, നമ്മുടെ ബുദ്ധിയും യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ലാംഗ്വേജ് ഗ്രാബ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ജസ്റ്റ് ബിക്കോസ് യു ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് ഓർ യു ജസ്റ്റ് ഡോണ്ട് സ്പീക്ക് ഇംപെക്കബിൾ ഇംഗ്ലീഷ്, ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ആർ outdated or you are not up to the mark. Nothing. Okay, ആ ഒരു മനസ്സോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അങ്ങനെ തന്നെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിലേക്ക് വന്നത്. സോ എഞ്ചിനീയറിങ്ങും ഇംഗ്ലീഷും കൂടെ ഞാൻ എന്തിനാണ് കലർത്തിയെന്ന് വെച്ചാൽ, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് ഒരു എഡ്ജ് ഉണ്ടാകണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കുക. യു ഷുഡ് നോ ഹൗ ടു പോർട്രേ യുവർ സെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് എൻ ഇൻ്റർവ്യൂ ബോർഡ് ഓർ ഇൻ ഫ്രണ്ട് ഓഫ് എ ഡയറക്ടർ ബോർഡ് വെർ ഇൻ യു ആർ ഗോയിങ് ടു ബി ഇൻ്റർവ്യൂഡ് ഫോർ ദ നെക്സ്റ്റ് ലെവൽ. സോ ദാറ്റ് കോൺഫിഡൻസ് വിൽ ഗീവ് യു ദ എഡ്ജ് എമംഗ്സ്റ്റ് അതേഴ്സ്. 10-25 പേരുണ്ടെങ്കിൽ അതിൽ ഒരാളായിട്ടുള്ള ഞാൻ എന്നെയാണ് എടുക്കേണ്ടതെങ്കിൽ ഐ ഷുഡ് ജസ്റ്റ് പുഷ് മൈസെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. ഒരു കുഞ്ഞി കഥ കൂടെ പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം കേട്ടോ. ഞാൻ ചെറുതിലെ എൻ്റെ സ്കൂളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിത വിദ്യാലയയിലായിരുന്നു. അവിടുത്തെ നൺസ് ദേ ആർ ലൈക്ക് അത് ഇങ്ങനെ എൻകറേജ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദേ ജസ്റ്റ് എൻകറേജ് സ്റ്റുഡൻസ്. അപ്പോൾ അതിലൊരുത്തിയാണ് ഞാനും. എൻ്റെ ഈ എൻത്യൂസിയാസവും ഞാനിങ്ങനെ സിസ്റ്റർ എന്നെ നോക്കുന്നുണ്ടോ, സിസ്റ്റർ എന്ന് പറയുന്നത് ഞാൻ അവിടുത്തെ ഹെഡ് മിസ്ട്രസ്സാണ്, എന്നെ നോക്കണ്ടോ എന്ന് അറിയാൻ സിസ്റ്റർ കണ്ണിൽ തന്നെ നോക്കിയിരിക്കുമായിരുന്നു. ലെറ്റ് ഹർ പിക്ക് മീ അപ്പ് എന്നുള്ള പോലെ. പക്ഷെ ചില ആളുകൾ എങ്ങനെയായിരുന്നു ചെയ്യും, എൻ്റെ സിസ്റ്റർ വിളിക്കല്ലേ എന്ന് ഒതുങ്ങിയിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കരുത്. അപ്പോൾ എന്താണ്, ദാറ്റ് പെർട്ടിക്കുലർ ടീച്ചർ വിൽ പിക്ക് യു അപ്പ് ഫോർ യുവർ കോൺഫിഡൻസ് ആൻഡ് ട്രെയിൻ യു അപ്പ്. അങ്ങനെയാണ് ഞാൻ മുമ്പിലേക്ക് ഇടിച്ചു കയറി വന്നിട്ടുള്ളത്. അല്ലാതെ എനിക്ക് മറ്റുള്ള 30 പേരാണ് ഞങ്ങൾ ഫസ്റ്റ് ബാച്ച്, അവരിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മവിശ്വാസമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞങ്ങൾ 30 പേര് നല്ല കുട്ടികളായിരുന്നു, നല്ല സ്മാർട്ട് പിള്ളേർ തന്നെയായിരുന്നു. അതിൽ ചിലർക്ക് ആത്മവിശ്വാസ കുറവുകൾ കൊണ്ട് വന്ന കുഴപ്പങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവിടെ. അപ്പോൾ ഇതേ ഞാൻ കുഞ്ഞായിരുന്നു അപ്പോൾ ഒരു UKG അങ്ങനെ LKG UKGയിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് റൈംസ് ആണല്ലോ അന്നും ഇന്നും ഒക്കെ ഒരേ റൈംസ് ഒക്കെ തന്നെയാണ് എല്ലാവരും പാടുന്നത്. അപ്പോൾ എൻ്റെ കസിൻ ജിത്തിൻ, ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായമാണ്. അപ്പോൾ രണ്ടും കുട്ടികളാണല്ലോ, നല്ല ഉണ്ണികൃഷ്ണനെ പോലെ ഇരിക്കുന്ന ഒരു കസിൻ ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ, ജിത്തിൻ. മുടിയൊക്കെ ഇങ്ങനെ കേളി ആയിട്ട്, അപ്പോൾ ക്യൂട്ടാണ്. ക്യൂട്ട്നെസ് ഇങ്ങനെ ഫുൾ അവനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ അത്ര ക്യൂട്ടൊന്നുമല്ല, ഇച്ചിരി ഇങ്ങനെ മൊറോസ് ടൈപ്പ് ഓഫ് ലുക്കിംഗ് ആയിരുന്നു എന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എൻ്റെ പഴയ ഫോട്ടോഗ്രാഫ്സിലും അങ്ങനെ തന്നെ, ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരിക്കുള്ളൂ, ഇങ്ങനെ കേട്ടോ, ഒരു സ്മൈലൊന്നുമില്ല ഫേസിൽ. പക്ഷേ ഞാനാണിപ്പോൾ എപ്പോൾ നോക്കിയാലും ചിരിച്ചുകൊണ്ടിരിക്കും, വൈഡാണ്, ഇവിടം വരെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ കാണാനൊക്കെ. ബട്ട് സ്റ്റിൽ ഓക്കെ, പറഞ്ഞു വന്നത്. അപ്പോൾ അവിടെ അമ്മയുടെ ഏറ്റവും ഇളയ ബ്രദറിൻ്റെ വൈഫുണ്ട് ഉഷാൻറ്റി. ഞാൻ ഉഷാൻറ്റിയെ പറ്റി കഥ ചെയ്തിട്ടുണ്ട്. എന്നെ സാരി വാങ്ങാൻ പഠിപ്പിച്ച ഉഷാൻറ്റി നല്ല MBA ആണ് അന്നത്തെ. നല്ല എന്താ പറയുക, ഷി വാസ് വെരി എന്താ അതിന് പറയുക, പോളിഷ്ഡ് ലേഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉഷാൻറ്റി വന്നിട്ട് സ്പൈസസ് ബോർഡിൽ വർക്ക് ചെയ്യുന്ന സമയമൊക്കെയാണ്. അപ്പോൾ ഉഷാൻറ്റി വന്ന് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് പറയും, ഇവിടെ വരൂ, ആരാ ഉഷാൻറ്റിക്ക് ഒരു പാട്ട് പാടി കേൾപ്പിക്കുക എന്ന് പറയില്ല. ഞാൻ ഓടി ചെന്നിട്ട് ഉഷാൻറ്റി ഉസാൻറ്റി എന്നാണ് ഞാൻ വിളിക്കുക, അത്ര ഷാ പറയൂലെന്ന്. ഉസാൻറ്റി ഞാൻ പാടാം എന്ന് പറഞ്ഞ് നേരെ നിന്നിട്ട് ബ്ലാക്ക് ഷീപ്പ് ഹാവ് യു എനി വൂൾ ഇത് പാടുമായിരുന്നു എന്ന് കേട്ടോ. അപ്പോൾ ഈ ജിത്തിനുണ്ടല്ലോ, ഈ സുന്ദരക്കുട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുള്ളൂ, ഒന്നും ചെയ്യില്ല. ക്യൂട്ട്നെസ് ആണ് അവൻ്റെ മുഖമുദ്ര. പക്ഷേ എൻ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചാടി കയറി ഇടിച്ച് കയറി ചെന്ന് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക. എല്ലായിടത്തും സ്പേസ് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാറില്ല. അത് നമ്മൾ പോകെ ബാലൻസ് ആയിട്ട് വരണം. കുറേ സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പിന്നോട്ട് മാറാനും നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ എന്താ, ചില സമയത്ത് പിന്നോട്ട് മാറേണ്ട സ്ഥലത്ത് കേട്ടോ, മുന്നോട്ട് നിൽക്കേണ്ട സ്ഥലത്ത് മുമ്പിൽ നിന്നില്ലെങ്കിൽ നമ്മളെ പിന്തള്ളാനായിട്ട് റെഡിയായിട്ട് ഒരുപാട് പേര്, നമ്മളോട് ഇഷ്ടമില്ലാത്തവർ ഒരുപാട് ജനങ്ങളുണ്ടാവും. എന്തുകൊണ്ടാണ് നമ്മളെ ഇഷ്ടപ്പെടാത്തതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കുഴപ്പമല്ല, അത് നമ്മളുടെ പ്രശ്നവുമല്ല. അവർ നമ്മളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദാറ്റ്സ് നത്തിങ് ടു ഡു വിത്ത്
മീ. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതിൻ്റെ അല്ല, നിങ്ങൾ അവിടെ നിന്ന് എന്നെ പെർസീവ് ചെയ്യുന്നതിൻ്റെ ആണെന്ന് ഞാൻ പറയുള്ളൂ. അതായത് നിങ്ങൾ അവിടെ നിന്ന് എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് എന്നെ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനുമുള്ള കാരണം. ഒരു ഒരു ഇൻസിഡൻറ്റ് എനിക്ക് എൻ്റെ വിവാഹത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ ഈ ഡ്രസ്സ് ചെയ്ത് പോയി നിൽക്കുക, കല്യാണങ്ങൾക്ക് പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലേ. അതേസമയം ഞാനാണെങ്കിൽ പൊട്ടിപ്പൊടിച്ച് വരുന്നേ ഉള്ളൂ സാമ്പത്തികമായിട്ട്. പിന്നെ കല്യാണങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഇന്നത്തെ എൻ്റെ ഈ വാർഡ്രോബ് കാണുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, പണ്ട് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എടുത്ത് നോക്കും, ഹൗ ഐ ക്യാൻ മാച്ച് ദിസ് വിത്ത് ദാറ്റ്. എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷെ അതെല്ലാം പാളി പോകാറുണ്ട്, ഒന്നും ശരിയാവാറില്ല. കാരണം ഡ്രസ്സിങ് അപ്പ് വാസ് നോട്ട് എ സ്കിൽ അറ്റ് ദറ്റ് ടൈം ഫോർ മീ. ലൈക്ക് ഐ അക്വയർഡ് ഇറ്റ് ലേറ്റർ ഓൺ. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പണം വേണം അല്ലേ. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഉള്ളത് കൊണ്ട് ഞാൻ ഒപ്പിക്കുമായിരുന്നു. സോ ഐ യൂസ് ടു വെയർ കൈൻഡ് ഓഫ് ഒരു മീഡിയോക്കർ ടൈപ്പ് ഓഫ് ഡ്രസ്സിങ് ഒക്കെ ആയിട്ട് ചെല്ലുന്ന സ്ഥലത്ത് ഞാൻ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പലരും, അതെ അവർ വേറെ ഒരു ആളെ എന്തെങ്കിലും കാണിച്ചിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുക്കുമോ ആ താലം എന്ന് ചോദിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പെൺകുട്ടികൾ താലം പിടിച്ചിട്ടൊക്കെ പോകില്ല. അപ്പോൾ ഞാനൊരു യങ് ബ്രൈഡാണ്, എനിക്കാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതൊക്കെ. അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ എന്നെ പിന്തള്ള നോക്കിയിട്ടുണ്ട് പലരും. പക്ഷെ ഞാനല്ലേ, അതെന്തിനാ, ഇത് ഞാൻ പിടിക്കും, എനിക്ക് പിടിക്കണം ഇത് എന്ന് പറഞ്ഞ് ഞാൻ നിന്നിട്ടുണ്ട്. ഇന്ന് എനിക്ക് ആലോചിക്കും, അയ്യോ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന്. പക്ഷേ ആ ആൽബങ്ങളൊക്കെ ഇന്ന് കാണുമ്പോൾ ഞാൻ നല്ല മനോഹരിയായിട്ട് നിൽക്കുന്നു. അന്ന് എൻ്റെ വിചാരം എന്തായിരുന്നു, പക്ഷെ ഞാൻ നല്ല സുന്ദരിയാണ്, എനിക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നൊരു സ്വന്തം വിചാരം എനിക്കുണ്ടായിരുന്നു എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ ആ സന്ദർഭങ്ങളിലൊക്കെ കേട്ടോ. അപ്പം ഞാനിത് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. പറഞ്ഞു വന്നത്, എൻ്റെ അടുത്ത് പുഷ് ചെയ്ത് നിൽക്കുക തന്നെ വേണം. ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആ ആൽബത്തിൽ എന്നെ കാണാൻ കിട്ടുമായിരുന്നോ, ഞാൻ ശരി, അയ്യോ ഇവർ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ നമ്മൾ മാറി നിന്നില്ലെങ്കിൽ കളിയാക്കപ്പെടും. അങ്ങനെയല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളെ പുഷ് ചെയ്യണം എന്നുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്വന്തമായിട്ട് കയറി നിന്നോളൂ. നിങ്ങളെ കൊണ്ടുപോയി ആരും അവിടെ കൊണ്ടുപോയി നിർത്തി വാഴിച്ച് പൊക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ തന്നെ വേണം നമ്മളുടെ ട്രംപറ്റ് ഊതാൻ വേണ്ടിയിട്ട്. ബ്ലോ യുവർ ഓൺ ട്രംപറ്റ് വെൻ എവർ ഇറ്റ് ഇസ് റിക്വയർഡ്. നോ ബഡി ഈസ് ഗോയിങ് ടു ഡു ഇറ്റ് ഫോർ യു, ഓൺലി യു. മനസ്സിലായില്ലേ? നിങ്ങൾ തന്നെയായിരിക്കണം നിങ്ങളുടെ കുഴലൂത്തുകാരൻ, അല്ലാതെ വേറെ ആരും വന്ന് നിന്ന് ചെയ്യില്ല. അപ്പോൾ ഇതിൽ ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ, എൻജിനീയറിങ് ഇഷ്ടമില്ലാതെ പഠിച്ചതാണെങ്കിൽ പോലും ആ ഡിഗ്രിക്ക് ഒരു വാല്യൂ തന്നെ ഉണ്ട്. അത് പക്ഷേ നിങ്ങൾ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. ഈ ജോലി ഞാൻ ചെയ്യില്ല, ആ ജോലി ഞാൻ ചെയ്യില്ല, എനിക്ക് ഈ എൻജിനീയറിങ്ങിൻ്റെ ഇത് തന്നെ വേണം എന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം നിങ്ങൾ ചിലപ്പോൾ വ്യാകുലപ്പെടേണ്ടതായിട്ട് വരും. അരവിന്ദ് കുറേ നാൾ അങ്ങനെ ഇരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നീട് വരുന്നത് വരട്ടെ എന്ന് കരുതി ആ ഫീൽഡിലുള്ള ഏറ്റവും ചെറിയതാണെങ്കിലും ഒരു ചാൻസ് കിട്ടിയപ്പോൾ അതിൽ കയറി പിടിക്കുകയാണ് ഉണ്ടായത് അല്ലേ. അതിൽ അങ്ങനെ ഒരു ബോൾഡ്നെസ് വരുത്താൻ വേണ്ടിയിട്ട് പിന്നിൽ നിന്ന് പുഷ് ചെയ്യാൻ എന്നെ പോലെ ഒരു ഭാര്യയും ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം പിന്നീട് അരവിന്ദ് ഇതുപോലെയൊക്കെ വരുമ്പോൾ എനിക്കും ആത്മസംതൃപ്തിയും ഒരു എന്താ പറയണേ, ഒരു നല്ല ഒരു ഫീലിങ്ങും തോന്നുന്നത് മനസ്സിൽ അല്ലേ. എനിക്കിപ്പോൾ നിങ്ങളോട് വന്നിരുന്ന് പറയാൻ കഥകളുണ്ടായതും അതുകൊണ്ടായിരിക്കാം. സോ ഒരുപാട് എൻജിനീയേഴ്സ് ഉണ്ട്, അതുകൊണ്ട് എൻജിനീയറിംഗ് ഡിഗ്രിക്ക് വാല്യൂ ഇല്ല അങ്ങനെ വിചാരിക്കേണ്ട. ഏത് ഡിഗ്രി ആണെങ്കിലും ആ ഡിഗ്രിയെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അതിന് വാല്യൂ ഉണ്ടാകുന്നത്. കോർ എൻജിനീയറിംഗിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ അലൈഡ് ഫീൽഡ്സ്. വെറുതെ ഇരിക്കരുത്. എത്ര കുറച്ച് ശമ്പളമാണെങ്കിലും നിങ്ങളത് ഗ്രാബ് ചെയ്യൂ. ബിക്കോസ് ആ എനർജി നിങ്ങളിലേക്ക് വരണം. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ആ കുറഞ്ഞ ശമ്പളത്തിൽ കൂടി ആ പണം നിങ്ങളിലേക്ക് ഒരു എനർജി ആയിട്ട് ഫ്ലോ ചെയ്ത് വരുമ്പോൾ അതിന് വരാനായിട്ട് ഇഷ്ടംപോലെ വകുപ്പുകൾ അത് തന്നെ കണ്ടുപിടിക്കും. ഓക്കെ, സോ എൻ്റെ ലോങ് ടോക്സ് ഇന്ന് മുതൽ കറക്റ്റായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ പ്ലീസ് കീപ് വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മീ. എനിക്ക് 4000 ഓഡ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തന്നെ ഭയങ്കര എന്തോ ഒരു അച്ചീവ്മെൻറ്റ് പോലെ. ഇവിടെ ആൾക്കാർ 100ഉം 200ഉം ഒക്കെ ആഘോഷിക്കണം അല്ലേ. എനിക്ക് അടുത്ത വർഷം ഞാൻ എന്തായാലും ഇത് ആഘോഷിച്ചിരിക്കും നിങ്ങളുടെയൊക്കെ സഹകരണത്തോടു കൂടി. ഓക്കെ, സോ നമുക്ക് പിന്നെ ഒരു സബ്ജക്റ്റുമായിട്ട് വരാം. ബൈ, ടേക്ക് കെയർ.